നമസ്കാരം. ആ എൻ്റെ സിസ്റ്ററിനെ കണ്ടില്ലേ നിങ്ങൾ ഷോർട്സിൽ? അതാണ് എൻ്റെ തിയോഫിൻ സിസ്റ്റർ കേട്ടോ. അന്ന് രാവിലെ ഇട്ടിരുന്നത് കുറേ പേര് കണ്ടിട്ടുണ്ട്. അതിൽ ചേച്ചി ആ കഥയൊക്കെ പറയണേ എന്ന് പറഞ്ഞു. ഈ സിസ്റ്ററാണ് ഞങ്ങളെ എന്നെ അറ്റ്ലീസ്റ്റ് മോൾഡ് ചെയ്തെടുത്തത് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇതിൽ. സിസ്റ്ററിനെ എല്ലാവരെയും അറിയാം. ഇപ്പം എന്നെ കാണുമ്പോൾ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കൂടെ ഇല്ലാത്ത ആൾക്കാരെ പറ്റി ചോദിക്കും, എൻ്റെ അനുജനെ പറ്റി ചോദിക്കും. അങ്ങനെ എല്ലാവരെയും ഓർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഷീ യൂസ് ടു റിയലി എൻകറേജ്. എനിക്കുണ്ടായിരുന്ന ചെറിയ കഴിവുകളാണ് ആ സമയത്തൊക്കെ. അപ്പോൾ പോലും സിസ്റ്റർ ഇങ്ങനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചാണ് ഞാനിങ്ങനെ സംസാരമൊക്കെ കറക്റ്റായിട്ട്. അതായത് എപ്പോഴും ഒരു ടോപ്പിക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആകെ ഗോ ആൻഡ് പ്രിപ്പയർ ആൻഡ് കം, യു ഹാവ് ടു ടോക്ക് അങ്ങനെ പറയാം. അതുപോലെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ, പ്രെയർ വായിക്കുന്നതും ജനഗണമന പാടുന്നതൊക്കെ. അതിലെല്ലാം സിസ്റ്റർ എന്നെ ചേർക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ സിസ്റ്ററിൻ്റെ പേരാണ് സിസ്റ്റർ തിയോഫിൻ. അപ്പോൾ 1 year ആയല്ലോ എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്ത് കഴിഞ്ഞിട്ട്. അതൊന്നും ഞാനൊരു ഫോമൽ ഇതായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. അച്ഛൻ ചെയ്തത്, അച്ഛൻ തന്നെയാണത് ഇങ്ങനെ പ്രകാശനം ചെയ്തത്. ഞാൻ എഴുതി, ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തു. വലിയ ഇങ്ങനെ ബഹളങ്ങളുണ്ടായില്ല. പക്ഷേ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ കുറച്ച് ബഹളങ്ങളൊക്കെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എന്നാലല്ലേ എല്ലാവരും അറിയുള്ളൂ. ഇപ്പം നിങ്ങൾ കുറച്ച് പേര് അറിഞ്ഞതിനൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന്. എനിക്കതിൽ നിന്ന് അങ്ങനെ ലാഭമൊന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ അവർ കൊണ്ടുവന്ന് വീട്ടിൽ തരുന്നു. അങ്ങനെ ഐ വിൽ ഗെറ്റ് ഓൺലി സ്മോൾ എമൗണ്ട് ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് അതല്ല എൻ്റെ ഒരു ഇത്. ഞാൻ എഴുതിയ അച്ചടിച്ച് വന്നല്ലോ, മഷി പുരണ്ട് വന്നല്ലോ അല്ലേ. നമുക്കിപ്പോൾ അതിനൊക്കെ കുറേ സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയാം. അപ്പോൾ സിസ്റ്ററിനെ കാണാൻ പോയിരുന്നില്ലേ. സിസ്റ്റർ അങ്ങ് നോക്കി നിൽക്കുകയായിരുന്നു. പിള്ളേർ വരുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് മറ്റുള്ള ഇൻമേറ്റ്സിൻ്റെ അടുത്ത്. എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഇറ്റ് വാസ് സോ വാം. സിസ്റ്ററിൻ്റെ സംസാരവും ഒക്കെ നിങ്ങളതിൽ കേട്ടില്ലേ. ഷീ ഈസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര നല്ല എന്താ പറയണേ, ഒരു പനിനീർ പുഷ്പം പോലെ. പിന്നെ അതിന് ഫോഴ്സ്ഫുൾ ആകേണ്ട സ്ഥലത്ത് സിസ്റ്റർ ഫോഴ്സ്ഫുള്ളായിട്ടും ചെയ്യുമായിരുന്നു. ഒന്ന് എല്ലാവരെയും കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് സിസ്റ്റർ തിയോഫിൻ. നൗ റിട്ടയർഡാണ്. റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ മഠത്തിലൊക്കെ ഒരു ചാർജൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ അതാണ് എൻ്റെ റീലിൻ്റെ പിന്നിലുള്ള കഥ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യമില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ നടന്ന കാര്യം. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുട്ടോ. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. നോക്ക്, ആ പെൺകുട്ടി ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ബസ്സിൽ കയറുമ്പോൾ ആളുകൾ ലൈക്ക് ഹൗ ദേ മിസ്ബിഹേവ്. അത്ര സുഖമുള്ള കാര്യമല്ല പുറകിൽ വന്ന് നിൽക്കുന്നതൊക്കെ. പെൺകുട്ടികളുടെ പുറകിൽ വന്നിങ്ങനെ ജാമാക്കി നിൽക്കുക, അതിനെന്തൊക്കെയോ പേരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് അതിനുവേണ്ടി മാത്രം കയറുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ ഈ പാവം ചെക്കൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ ആത്മഹത്യ ചെയ്തത്, അപമാനഭാരം കൊണ്ടേ. അപ്പോൾ ഈ സ്ത്രീ ചെയ്ത തെറ്റെന്താണ്, പുരുഷൻ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളതല്ല ഇവിടെ ഞാൻ പറയുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെപ്പർക്കഷൻസ് എന്താവും എന്നുള്ളത് നമ്മൾ ആലോചിച്ചേ പറ്റൂ. ആ സ്ത്രീക്ക് എന്തായാലും റിയാക്ട് ചെയ്യാം. അങ്ങനെ അയാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാം. അത് അവിടെ വെച്ച് തന്നെ ആയിരിക്കണം. കുട്ടിക്കണം 2. അല്ലാതെ ചുളിവിൽ വൈറലാവാം എന്നുള്ള ഒരു ധാരണ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പെരുമാറിയതെന്ന് മറ്റുള്ളവർ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ്. എന്തിനാണ് പ്രതികരിക്കാതിരുന്നത്? ശരി, പ്രതികരിച്ചാലും നമ്മൾ തന്നെ പ്രതികരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ അനുഭവം. പണ്ട് എനിക്ക് 20 വയസ്സുള്ളൂ. സാമാന്യം കാണാൻ തിരക്കില്ലാത്ത കുട്ടിയായിരുന്നു അന്നും. അപ്പം ബസ്സിലൊക്കെ കയറി തന്നെയല്ലേ എല്ലായിടത്തും പോവാം. ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചാരി നിൽക്കും. നമുക്ക് എത്ര അലോസരമായിരിക്കും എന്നറിയാം. എന്നിട്ട് സൈഡൊക്കെ തിരിഞ്ഞ് അവരുടെ അവയവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് മുട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. അവർ മുട്ടിക്കും എങ്ങനെയെങ്കിലും. അപ്പോൾ അതൊക്കെ ഞാൻ റിയാക്ട് ചെയ്തു. ഒരു പ്രാവശ്യം എഴുന്നേറ്റ് റിയാക്ട് ചെയ്തപ്പോൾ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് അവൻ തിരിച്ചൊന്നും പറയാതെ മാറി നിന്നിട്ട് ഞാൻ ബസ്സിൻ്റെ ഈ സൈഡിലിരുന്ന വിൻഡോസ് സൈഡിലേക്ക് മാറിയപ്പോഴേക്കും ഇവിടെ ഇരുന്ന സ്ത്രീ മാറിയപ്പോൾ ആ അടുത്തിരുന്ന സ്ത്രീ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇതെന്തിനാ ഇയാൾ ഇങ്ങനെ ചെയ്യണേ, മാറി നിൽക്കൂ, എന്തായി കാണിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ചെന്ന് ഈ ബസ് നിർത്തിയപ്പോൾ ഇയാൾ ബസ്സിൻ്റെ മുമ്പിൽ കൂടി ക്രോസ് ചെയ്തിട്ട് ഞാൻ ഇരിക്കണ ഈ വിൻഡോ സീറ്റിൻ്റെ സൈഡിൽ വന്നിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡ്രൈവറോട് ഒരു മിനിറ്റ് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അതോ ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ. അയാൾ വരുന്ന കണ്ടപ്പോഴേ എനിക്ക് പിടികിട്ടി ഇയാൾ അബ്യൂസ് ചെയ്യാൻ പോകണം, വെർബൽ അബ്യൂസ് തന്നെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ കാതിൽ ഇങ്ങനെ 2 കൈ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നു. കാരണം എന്താണെന്നറിയാം, എനിക്കറിയില്ല അത് അയാൾ എന്താ പറയുന്നത്. മറ്റുള്ളവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി മുട്ടൻ തെറിയ പറയണേന്ന്. ഞാൻ കേട്ടില്ല.
ഞാൻ എന്താണ് അവർ പറഞ്ഞതെന്നും കേട്ടില്ല. ആ ബസ് എടുത്ത് നീങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൈവിട്ടെ. ഞാൻ ഒന്നും ചോദിക്കാനും പോയില്ല അടുത്ത് നിന്നവരുടെ അടുത്ത്. എത്രമാത്രം സ്ത്രീകളുണ്ടായിരുന്നു എന്നറിയോ, ആരും തിരിഞ്ഞു പോലും അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പം അങ്ങനെയും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ അയാൾ നിരപരാധി ആയിരുന്നു എങ്കിൽ, അതാണ് അയാൾ ആത്മഹത്യയും കാര്യം എന്ന് പറയുന്നില്ലേ, ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ശരിക്കുള്ള വിക്ടിംസിന് ഇനി നീതി കിട്ടാതെയോ, ആരും ഇനി പേടിക്കില്ല, മനസ്സിലായി, ആരും ചെയ്യില്ല ഇതൊന്നും. പക്ഷെ ഇങ്ങനെയല്ല നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളത് അഭിമുഖീകരിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോയി ഇയാളിങ്ങനെ ചെയ്തു എന്ന് സമർത്ഥിക്കണം. അപ്പോൾ വേണമെങ്കിൽ ഇത് പിടിച്ചു വെച്ചിട്ട് അവിടെ കാണിക്കാം, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇടരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു ചെറിയ അവർക്ക് അവരുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള അമ്മ, അച്ഛൻ, സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ജോലിക്ക് പോയിട്ട് വരണേക്കെ. പക്ഷെ അവരുടെ ആ ഒരു സമയത്തിൽ തോന്നിപ്പോയ ഒരു വൃത്തികെട്ട ചിന്ത അവരുടെ ജീവിതം നശിപ്പിച്ചു, ആ കുട്ടിയുടെയും ജീവിതം നശിപ്പിച്ചു. എല്ലാം ആകെ കുളമായി, സമൂഹം മുഴുവനും ഭക്ഷം പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞു, ഇനി അടുത്ത ആൾ ഇറങ്ങി വരുമ്പോൾ ആ കുട്ടിയും എങ്ങനെയായിരിക്കും ഇനി ജീവിക്കാൻ പോകുന്നത്. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നത് കാരണം ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയായി വൈറലായി ഏറി കയറി ജയിലിലും കിടന്നു എന്ന് ആൾക്കാർ എഴുതുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ. പക്ഷേ ഇതൊരു വല്ലാത്ത അനുഭവമായിപ്പോയി. അപ്പോൾ റിയാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ റിയാക്ട് ചെയ്യണം. അവിടെ വെച്ച് തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമല്ലേ അറിയുള്ളൂ. എന്താണെന്നറിയോ, നമ്മൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ വേറെ, അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ഇറങ്ങി നമ്മുടെ ട്രൈബിനുള്ളിൽ, അതായത് ഒരു 10 or 25 ഫാമിലിയുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ വേറെ, ആ 25 കഴിഞ്ഞ് സൊസൈറ്റിയുടെ ഉള്ളിൽ പറയുന്ന കാര്യം വേറെ, അത് കഴിഞ്ഞ് ആ സൊസൈറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ ആവുകയാണ്. നമ്മൾ ഈ ചെറിയ ക്യാമറ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണോ നമ്മൾ സമൂഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടി പറയുന്നത് ഇനി ആരും ഇങ്ങനെ ചെയ്യരുതെന്നാണെങ്കിൽ, ഇപ്പോൾ 2 കാര്യം മനസ്സിലാക്കുക. ഒരാളും അങ്ങനെ ബ്രഷ് ചെയ്യാൻ നോക്കരുത് പെണ്ണുങ്ങളുടെ ശരീരത്ത്. മറ്റൊന്ന്, ഇനി പോകുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുകയും അരുത് കേട്ടോ. കാരണം അത് 2-3 പ്രാവശ്യമായിട്ട് ഇതൊരു പാറ്റേൺ ആയിട്ട് വന്നപ്പോൾ നമുക്കും ഇങ്ങനെ ചെയ്താലോ എന്ന് ഓർത്ത് ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ട് മുൻപിൻ നോക്കാതെ നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്, ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. അപ്പോഴാണ് കൈവിട്ട് പോയില്ലേ, ആരുടെയെങ്കിലും കയ്യിൽ നിൽക്കുമോ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. റിമാൻഡിലായി ജയിലിൽ പോയി കിടന്നു. അപ്പോൾ ഒരു മൊബൈൽ കയ്യിലുണ്ടെന്ന് കരുതി ആരെയും ഷൂട്ട് ചെയ്യാൻ നോക്കരുത്, അതെടുത്ത് പിടിച്ച് ആർക്കും എന്താ പറയുക വൈറലാക്കാൻ കൊടുക്കരുത്. ഡോണ്ട് ഡു സച്ച് തിങ്സ്. എന്തൊക്കെ കാര്യം. നമ്മളതുപോലൊരു സിനിമ ഉണ്ടായിരുന്നു, സുരാജ് വെഞ്ഞാറമൂടിലെ ഒരു ട്രെയിനിലിങ്ങനെ ഉറങ്ങുന്നത്, കള്ളു കുടിച്ച് ഉറങ്ങിയതാണെന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു സിനിമ, അത് മെട്രോയിൽ എന്താ ഈ ഒരു കള്ളുകൂടിയും കിടക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയതാ, കള്ളു കുടിച്ചതല്ല. 2 ഷിഫ്റ്റോ 3 ഷിഫ്റ്റോ എങ്ങാണ്ട് വർക്ക് ചെയ്തിട്ട് വരികയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കുട്ടിയുടെ കൂടെ നിന്നിട്ട് ഉറങ്ങുമായിരുന്നു. പക്ഷെ അത് വൈറലായിട്ട് അയാളിങ്ങനെ വിഷമിച്ച് അത് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ സൗബിനാണ് ആ റീല് പിടിച്ച് വൈറലാക്കുന്നത്. ആ സിനിമയൊക്കെ കണ്ടുകൂടെ? അങ്ങനെ വൈറലാക്കിയാൽ അതല്ല വസ്തുത എന്ന് പറഞ്ഞ് പുറത്ത് വരുന്നത്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ ദൈവമേ. ഇതാണ് കുഴപ്പം. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഓർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ, എന്നിട്ട് അതങ്ങ് മറന്നു പോകും. എന്നോടൊരു കുറേ പേര് ചോദിച്ചു, ചേച്ചി എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തതെന്ന്. ഇത് തന്നെയല്ലേ ബഹളം ഇതിനകത്ത്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് ഓർത്താണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ട്രാവൽ എപ്പോഴും ഉണ്ട്. എനിക്കിപ്പം കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ഹെൽത്ത് വൈസും നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. 10 കൊല്ലം മുമ്പിലത്തെ എൻ്റെ ഹെൽത്ത് അല്ലല്ലോ ഇപ്പോൾ ഉള്ള എൻ്റെ ഹെൽത്ത് അല്ലേ. അപ്പം അതും ഒരു ദിവസം കുറേ ദിവസമൊക്കെ എടുക്കുന്നു. അവിടെ പോയി അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ തളരുന്നു. ജനുവരിയിൽ ചേച്ചി ചെയ്ത പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചവരോട് ഞാൻ പറയാണ്, ഫെബ്രുവരി 10 ഞാൻ പറയും ആ പ്രോജക്റ്റിൻ്റെ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ പേഴ്സണൽ പ്രോജക്റ്റൊന്നും അല്ല, പക്ഷെ അതൊരു വലിയ കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ. ഒന്ന് കുറച്ചും കൂടെ ക്ഷമിക്കൂ, കാരണം നല്ല നല്ല പിക്ചേഴ്സൊക്കെ വേണം ആ പ്രോജക്റ്റിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയാത്തത്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്നോട് പ്രൈവറ്റായിട്ടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐ വാസ് തിങ്കിങ്, നിങ്ങൾ ഇത്രയും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയല്ലേ, കുറച്ചുകൂടെ ഒരു 2 ആഴ്ചയും കൂടി ഇരിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ എന്തായിരുന്നു എനിക്ക് പറയാൻ,
സിസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇങ്ങനെയല്ലേ, ഞാനത് വളരെ നല്ലൊരു ദിവസമായിരുന്നു അന്ന് സിസ്റ്ററിനെ മീറ്റ് ചെയ്ത ദിവസം. എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വന്നു, ഒരുപാട് ഓർമ്മകൾ തന്ന ദിവസമാണ്. അതൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം അല്ലേ, നമ്മുടെ ഓർമ്മകളെ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കുകയൊക്കെ വേണം അല്ലേ. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ജീവിതത്തിൽ. നമ്മളുടെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കരുവാക്കരുത്. അത് ഏത് തരത്തിലാണെങ്കിലും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. 1 മിനിറ്റിന് ആ പെൺകുട്ടി ചെയ്ത പരിപാടിയാണത് അല്ലേ. ആലോചിച്ച് നോക്ക്. ശരിക്കും എനിക്ക് അതുകൊണ്ട് ആ കുട്ടിയുടെ ലൈഫ് പോയി. സമൂഹത്തിന് ഒരു തെറ്റായ മറുപടിയാണ് കൊടുക്കുന്നത്. അല്ല, മറുപടി എന്നല്ല പറയാം, തെറ്റായ സന്ദേശമാണ് കൊടുത്തത് അതുവഴി അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ആണ്, കാണുക. കുറച്ചും കൂടെ വലിയ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ. ടയർഡ്നെസ് മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ.